അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. ചില ബന്ധങ്ങൾ എല്ലാമാണെന്ന് നമ്മൾ കരുതും, പക്ഷെ ഒന്നുമല്ല എന്ന് കാലം തെളിയിക്കും. ഒരാളുടെ ചിരി സത്യമാകണമെന്നില്ല, എന്നാൽ ഒരാൾ നെഞ്ചുപൊട്ടി കരഞ്ഞാൽ അത് തീർച്ചയായും സത്യം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് വേദനകളുണ്ടെങ്കിലും നമ്മളെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കുന്ന ഒരാളെങ്കിലും കൂടെയുണ്ടെങ്കിൽ നമുക്ക് ജീവിതാവസാനം വരെ സന്തോഷമായിരിക്കാം. മറ്റുള്ളവർ എന്ത് നമ്മളെപ്പറ്റി ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ സംതൃപ്തിയല്ല, നമ്മുടെ സംതൃപ്തിയാണ് പ്രധാനം. ആഗ്രഹിക്കും പോലെ നടക്കില്ല എന്ന് അറിയുമ്പോഴാണ് പലരും നടക്കാൻ പഠിക്കുന്നത്. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം മാറാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷമാണ്. എല്ലാവരോടും ശരിയായി നിൽക്കുക. പലരോടും സൗഹൃദപരമായി പെരുമാറുക. തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അടുപ്പം പുലർത്തുക. ചുരുക്കം ചിലരോട് മാത്രം സുഹൃത്തായിരിക്കുക. അറിവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിത്രം. അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തനാകുന്നു. അറിവ് ഒരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ കൂടുതലും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ്. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ആ ചിരി മായില്ല എന്ന് കാണിക്കാൻ. ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ വിൽക്കരുത്. കൈവശമുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ വിലയറിയൂ. വളരെ വ്യത്യസ്തമായ ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സ്. കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കില്ല, കിട്ടാത്തതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും നമുക്കുള്ള പാഠങ്ങളാണ്. എങ്ങനെ ആകണമെന്നും അല്ലെങ്കിൽ എങ്ങനെ ആകരുത് എന്നും. നമുക്ക് വേദനിച്ചാൽ നമ്മേക്കാൾ വേദനിക്കുന്ന നമ്മുടെ സന്തോഷങ്ങളിൽ കലർപ്പില്ലാതെ ആഹ്ലാദിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് അമ്മ മാത്രമായിരിക്കും. ധാരാളം പ്രതികൂല ചിന്തകൾ നമുക്കുണ്ടായേക്കാം. അവയെ നമ്മുടെ മനസ്സിൽ വേരുപിടിക്കാൻ അനുവദിക്കാതെ മറക്കാൻ ശീലിക്കുക. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നു പോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും. നമ്മുടെ മുന്നിൽ ഒരാൾ കരയുകയാണെങ്കിൽ അത് അയാൾ വിഷമത്തിൽ ആയതുകൊണ്ട് മാത്രമല്ല, അയാളുടെ സങ്കടങ്ങൾ നമ്മളെ അറിയിക്കുമ്പോൾ അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നതുകൊണ്ട് കൂടിയാണ്. മറ്റാരും ചെയ്തില്ലെങ്കിലും സ്വയം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്വന്തം നേട്ടങ്ങളിൽ സ്വയം അനുമോദിക്കുകയും ചെയ്താൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നമുക്ക് ലഭിക്കും. നമ്മുടെ ജീവിതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. എന്താണ് നാളെ നമുക്ക് സംഭവിക്കുക എന്ന് അറിയാതെയാണ് ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുന്നത്.